ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ തൃശ്ശൂരായിരുന്നു 2-3 ദിവസമായിട്ട്. മമ്മിയുടെ കുർബാനജലിക്കലുണ്ടായിരുന്ന ഒരു മനസ്സമ്മ ഉണ്ടായിരുന്ന എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അക്കിയുടെ അവിടെയായിരുന്നു നിന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മളെല്ലാവരും ആ മണിയുടെ അവിടെയായിരുന്നു സൺഡേ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാനും മോനും ആദ്യം പോയി. അതിൻ്റെ പിന്നാലെ അക്കിയൊക്കെ വന്നു. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ അക്കിയും പാപ്പനും ചാക്കോച്ചനും സ്വന്തം എന്നാണ്. വേറെ ആരും അക്കിയുടെ മടിയിൽ കയറി ഇരിക്കുന്നത് ഇഷ്ടമില്ല. അതാട്ടോ ഞാൻ ചെന്നപ്പോഴേക്കും എൻ്റെ സ്വന്തം തൊമ്മും പാച്ചും എൻ്റെ കൂടെ വന്നു കേട്ടോ. ചാക്കോച്ചൻ കുറച്ച് നേരം കഴിഞ്ഞു അടുക്കാനായിട്ട്. തൊമ്മും പാച്ചും ഞാൻ ചെന്നപ്പോൾ തൊട്ട് എൻ്റെ മടിയിലുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് അവർക്ക് എപ്പോൾ ഞാൻ ചെന്നാലും സിപ്പപ്പ് കൊടുക്കണം. സിപ്പപ്പ് കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ കൊണ്ടുപോയില്ലെങ്കിൽ അമ്മായി സിപ്പപ്പ് എവിടെയും ചോദിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ പാച്ചുവിൻ്റെ മറ്റേ പല്ല് റൂട്ട് കനാൽ ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ തൊമ്മൂന് ഗോൾഡ് മെഡൽ കിട്ടിയത് അമ്മയ്ക്ക് കാണിച്ചു തരായിരുന്നു. ഓട്ടത്തിന് അവൻ ഫസ്റ്റ് മേടിച്ചു. അപ്പോൾ ഞാൻ പറയായിരുന്നു ഇനി ഇതുപോലെ കുറേ ഗോൾഡ് മെഡൽ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരു വിശേഷം ചോദിക്കുമ്പോൾ അവർക്ക് പറയാൻ ഭയങ്കര സന്തോഷമുണ്ട്. പ്രൈസൊക്കെ കിട്ടുന്ന കാര്യം കുട്ടികൾക്ക് നല്ല സന്തോഷമല്ലേ. പിന്നെ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയെന്നുണ്ട്. ഇത് ഗോൾഡ് മെഡലാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായി. മണിയുടെ സബ്സ്ക്രൈബർ ഞങ്ങളവിടെ ഇരിക്കുമ്പോൾ ഇത് മണിക്ക് കൊറിയറായിട്ട് ഗിഫ്റ്റായിട്ട് കൊറിയർ അയച്ചതാട്ടോ. മണിയുടെ ഒരു സബ്സ്ക്രൈബർ കൊടുത്തതാണ്. പിന്നെ ഉച്ചയ്ക്ക് നല്ല അടിപൊളി നാടൻ കറികളായിട്ട് ഡിവൈൻ്റെ വകയായിരുന്നു. ഡിവൈൻ്റെ ഫുഡ് ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. നല്ല അടിപൊളി മറ്റേ ബീഫ് സൂപ്പറായിരുന്നു. മറ്റേ ബ്ലാക്ക് കളറായിട്ട് തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് ചിക്കൻ റോസ്റ്റ്. പിന്നെ പയർ ഇത്രയും ചെറുതാക്കി അരിയത് ഞാൻ ആദ്യമായിട്ട്. നല്ല രസമുണ്ടായിരുന്നു എല്ലാം. ഡിവൈന് നല്ല കൈപ്പുണ്യുണ്ട്. അവിടെ നാത്തുമാർ തമ്മിൽ കോമ്പറ്റീഷനോ. പിന്നെ നമ്മുടെ തൊമ്മു ഭയങ്കര വർക്കൗട്ടായിരുന്നു കേട്ടോ. അവനെനിക്ക് തോന്നുന്നത് ഭാവിയിൽ വലിയ ജിമ്മിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമെന്ന് തോന്നുന്നു. എനിക്ക് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു തരായിരുന്നു. ചാക്കോച്ചന് പിന്നെ ഞാനായിരുന്നു അവരുടെ കൂടെ ഫുൾ ടൈം കളിച്ചിരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഡിവൈൻ എൻ്റെ മുടി അവളുടെ കേളർ യൂസ് ചെയ്ത് കേൾ ചെയ്തു. ബാക്ക് മാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഞാൻ മേടിക്കും കേളർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഫുള്ളായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഫുൾ സ്ട്രെയിറ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ടതുകൊണ്ട് കുറേ സമയം എടുക്കുന്നതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ ഫുൾ കളികളായിരുന്നു. പിള്ളേരുടെ കൂടെ കളിക്കാൻ ഞാനായിരുന്നു. എൻ്റെ മോനുണ്ടായിരുന്നെങ്കിലും അവനവിടെ കിടന്നുറങ്ങായിരുന്നു. ഇവരുടെ പ്രായത്തിൽ ഇറങ്ങി ചെന്ന് കളിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ചാക്കോച്ചന് അതിനുശേഷം എന്നെ ഭയങ്കര ഇഷ്ടമായി. അമ്മായി വായോ ഞാൻ കേൾപ്പിച്ചു തരാട്ടോ. എന്നെ അമ്മായി എന്ന് വിളിക്കുന്നത്. ബാക്കിയുള്ളവരെല്ലാവരും എന്നെ റോസ്മായി അമ്മായി ഇങ്ങനെ വിളിക്കുക. ഇവൻ അമ്മായിയെ ഇങ്ങനെ വിളിക്കുക. ഞാൻ കേൾപ്പിച്ചു തരാം നിങ്ങൾക്കത് അവൻ അങ്ങനെ വിളിക്കണത്. അത് കഴിഞ്ഞ് ഇതേ ബിഗ് ബോസ് കാണാമായിരുന്നു ഞങ്ങൾ. മെയിനും എല്ലാവരും ഒന്നിച്ചിരുന്ന് കാണാമെന്ന് വിചാരിച്ചു. എനിക്ക് അനുമോള് വെച്ച് വേറെ ആര് ജയിച്ചാലും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നെവിൻ ജയിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്താ പറയുക, എല്ലാം വെള്ളത്തിലാക്കി ഏഷ്യാനെറ്റ്. എപ്പോഴും അങ്ങനെ അഖിൽമാരാറിൻ്റെ ഒരു സീസൺ വെച്ച് ബാക്കി ഒന്നും ഫെയർ ആയിരുന്നില്ല. ഓരോരുത്തരുടെ ദേഷ്യത്തിൻ്റെ എക്സ്പ്രഷൻ കണ്ട ഡോണ്ടി എൻ്റെ മോൻ്റെ എല്ലാവരും ഇങ്ങനെ ദേഷ്യം ഓരോ കാര്യങ്ങളും അതിൽ കണ്ടിട്ട് നമ്മൾ ദേഷ്യം വന്നുകൊണ്ടിരിക്കട്ടാ. പിന്നെ അത് ചിരിക്കണത് എനിക്ക് തോന്നുന്നത് ആര്യൻ്റെ എന്തോ ഉണ്ടായിരുന്നു. ആര്യൻ്റെ ആണോ നെവിൻ്റെ ആണോ എന്നറിയില്ല. എന്തോ കോമഡി. എനിക്ക് അല്ലാണ്ട് വേറെ കോമഡി ഒന്നും ഉണ്ടാവാൻ വഴിയില്ല. ഇവർ മാത്രമായിരുന്നു കുറച്ച് എൻ്റർടൈനർ. അതിന് കുറേ ഇത് കണ്ട ഓരോരുത്തരുടെ എക്സ്പ്രഷനാണ്. ഞാൻ അക്കിയൊക്കെ ഇങ്ങനെ ചിരിച്ച് മരിക്കാം. ഡാഡി പിന്നെ വീണ്ടും ഞങ്ങൾ ശനിയാഴ്ച ഓൾറെഡി ലൂർദുപള്ളി പെരുന്നാൾക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡാഡി വീണ്ടും പെരുന്നാൾക്ക് പോയി ഞായറാഴ്ച. പിന്നെ അതേ രാത്രി പൊറോട്ടയായിരുന്നു കേട്ടോ. പൊറോട്ടയും ഡിവൈൻ വെച്ച ബീഫ് കറിയും ചിക്കൻ റോസ്റ്റായിരുന്നു. ഞങ്ങളെല്ലാവരും ഇത് കണ്ടുകൊണ്ട് തന്നെ കഴിച്ചു. TV കാണല്ലേ അവിടെ ചെന്നിരുന്ന് കഴിച്ചു. ഉണ്ടാ നമ്മുടെ ചാക്കോച്ചന് ഒരു പ്രശ്നമില്ല. അവന് ഏത് ഫുഡാണെങ്കിലും ഞാൻ സമ്മതിച്ചു കേട്ടോ. അവനങ്ങനെ ജങ്ക് ഫുഡ് കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. എല്ലാ നാടൻ പലഹാരങ്ങൾ ഉണ്ണിയപ്പൊക്കെയാണ് അവന് ഏറ്റവും ഇഷ്ടം. അതുപോലെ ഇപ്പോൾ പൊറോട്ട ആണെങ്കിലും ഏത് ഫുഡാണെങ്കിലും തന്നെ കഴിക്കും. അത് ഞാൻ സമ്മതിച്ചു. ഡിവൈൻ അങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് അവൾക്ക് എവിടെ ചെന്നാലും അതിൻ്റെ പ്രശ്നങ്ങളില്ല. അവൻ എന്തും കഴിച്ചോളൂ. അതും തന്നെ കഴിക്കും. പ്ലേ സ്കൂളിൽ അവൻ ചെറിയ കുട്ടിയല്ല. അവന് 2 വയസ്സിലായിട്ടുള്ളൂ. പക്ഷെ എന്നാലും അവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത് എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഇത്ര ചെറുപ്പത്തിൽ അങ്ങനെ ഇപ്പം എൻ്റെ മോനാണെങ്കിലും ഞാൻ വാരി കൊടുക്കുക ചെയ്യുക. ആ പ്രായത്തിലൊക്കെ ഞാൻ വാരി കൊടുത്തതാണ്. അപ്പോൾ പക്ഷേ ഇവൻ എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അവനാണെങ്കിൽ അതിങ്ങനെ നമ്മളെ കാണിച്ചു തരാൻ ഭയങ്കര സന്തോഷമുണ്ട്.
അവനോട് അവിടെ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ ഇല്ലല്ലോ എന്ന് പറയണതൊക്കെ നല്ല രസമല്ലേ. പിന്നെ ഇപ്പം ചാടുന്നുള്ള പോലെയാ. അവിടെ പാച്ച് കിടക്കട്ടെ. ഞങ്ങളെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കും എങ്ങനെ ചാടും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവൻ കാണിക്കണ കാണാം, ചാടില്ലേ, പക്ഷെ അവൻ കാണിക്കണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവനെ ഇറക്കാൻ നോക്കിയപ്പോൾ അവൻ പറയാം വീഴുംന്ന്. അത് പറയണ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് ഫിനാലിലല്ല വിന്നറിനെ പ്രഖ്യാപിക്കണ സമയമാണ്. അതോടുകൂടി ഞങ്ങളുടെ എല്ലാം മൂടിപ്പോയി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും ഒന്നും നിന്നില്ല. അനുമോളുടെ കൈ ഉയർത്തിയോടുകൂടി പറയാത്ത തെറികളൊന്നുമില്ല എല്ലാവരും അവിടെ ഇരുന്ന്. അത്രയ്ക്ക് സങ്കടമായി, മോശമായിപ്പോയി. അനീഷ് ജയിച്ചാലും പ്രശ്നം ഉണ്ടായിരുന്നില്ല, വളരെ മോശമായി. നുണകൾ മാത്രം പറഞ്ഞ് ജയിച്ചിട്ട് PR-ൻ്റെ ബലത്തിൽ മാത്രം. ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഇനി നമ്മൾ ഏഷ്യാനെറ്റ് കാണില്ല, ബിഗ് ബോസ് കാണില്ല. പിന്നെയും വീണ്ടും കാണും. നമ്മൾ കാണുന്നത് നമ്മൾ വിഡ്ഢികളാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ കാണും, അതാണ്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. ഇത് കഴിഞ്ഞോടുകൂടി ഞങ്ങൾ വേഗം പിന്നെ പോയി. ഇത് കഴിഞ്ഞിട്ട് പിന്നെ അധികം നേരം ഇരുന്നില്ല, എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവരുടെയും മുഖഭാവം കണ്ടില്ലേ, വിഷമിച്ചിരിക്കുന്ന മുഖഭാവത്തോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ടിൽ ദെൻ ബൈ.